ഹായ്, നമസ്കാരം. 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു, +2 CBSEയുടെ റിസൾട്ട് വന്നു. ഇനി +2 സ്റ്റേറ്റ് സിലബസിന്റെ റിസൾട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട പ്രോഗ്രാംസിലേക്ക് പോകേണ്ട സമയം. 10ാം ക്ലാസ് കഴിഞ്ഞാൽ സ്ട്രീം സെലക്ഷൻ, +2 കഴിഞ്ഞാൽ 4-year UG പ്രോഗ്രാംസ് ഓർ 3-year UG പ്രോഗ്രാംസ് ഓർ 5-year പ്രോഗ്രാംസ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഒരു സയന്റിഫിക് അസസ്മെന്റിലൂടെ ആ ഡിസിഷൻ എടുത്തില്ലെങ്കിൽ പലപ്പോഴും റോങ് ആയിട്ടുള്ള കരിയേഴ്സിൽ പോയിട്ട് എന്ത് സംഭവിക്കുക, സ്ട്രെസ് ഉണ്ടാകും, അല്ലെങ്കിൽ ബേൺ ഔട്ട് ആകും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാകും. 4-year UG പ്രോഗ്രാം അല്ലെങ്കിൽ 5-year UG പ്രോഗ്രാം എന്നത് വളരെ ഡിസൈഡിങ് ആയിട്ടുള്ള സംഗതിയാണ്. ഇവിടെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് സെലക്ട് ചെയ്യാൻ പോകുന്ന കുട്ടികളുണ്ട്. പലപ്പോഴും 10% കുട്ടികൾ പോലും ഇതിനുശേഷം ആ കോർ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, അവർക്ക് ശരിക്കും എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള ആ ഒരു കേപ്പബിലിറ്റി ഇല്ലാത്ത ആളുകളാണ് പോകുന്നത്. അതുപോലെ റോങ് ആയിട്ട് പലപ്പോഴും പാരാമെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് സയൻസിൽ പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ കൃത്യമായ ഒരു സയന്റിഫിക് അസസ്മെന്റിലൂടെ തനിക്ക് അനുയോജ്യമായ തന്റെ പാഷൻ യോജിച്ച, തന്റെ സ്ട്രെങ്തിനും വീക്ക്നെസ്സിനും യോജിച്ച ഒരു കരിയർ സയന്റിഫിക് അസസ്മെന്റിലൂടെ തെരഞ്ഞെടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. വലിയ ഒരു പൈസ മുടക്കി ഒരു പ്രോഗ്രാമിലേക്ക് പോകുന്ന മുൻപ് കൃത്യമായി, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ് ഏറ്റവും സ്യൂട്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള സയന്റിഫിക് അസസ്മെന്റ് നമുക്കുണ്ട്. അതുപോലെ മെഡിക്കൽ ബ്രാഞ്ചസിലാണെങ്കിലും അലൈഡ് ഹെൽത്ത് സയൻസ് ബ്രാഞ്ചസിലാണെങ്കിലും കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്ത് ഏതാണ് ഏറ്റവും സ്യൂട്ട് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ വലിയൊരു പൈസ കൊടുത്ത് ഒരു അഡ്മിഷൻ എടുക്കും മുമ്പ് ഒരു സയന്റിഫിക് അസസ്മെന്റിന് വേണ്ടി ചെറിയൊരു പൈസ ചെലവാക്കിയാൽ അത് തീർച്ചയായിട്ടും റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. സോ മാതാപിതാക്കളും കുട്ടികളും ശ്രദ്ധിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ്. താങ്ക് യു.